വാളുകൊണ്ടല്ല ഞങ്ങൾ ജയിച്ചത്, ദേശത്തെ കൈവശമാക്കിയത് സ്വന്തം ഭുജം കൊണ്ടുമല്ല. ഇസ്രായേലിന്റെ ഒരു ചരിത്രം ഞാനെന്ന് പറയാം. നിങ്ങൾ തയ്യാറാണോ കേൾക്കാൻ? AD 73 യഹൂദന്മാർ ചിതറപ്പെട്ടു. 19 നൂറ്റാണ്ടോളം യഹൂദന് രാജ്യമില്ലാതായി. 1875 വർഷങ്ങൾക്ക് ശേഷം 1948 മെയ് മാസം 14-ാം തീയതിയാണ് ഈ രാജ്യം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടത്. വീണ്ടും 1948-49 വർഷങ്ങളിൽ ഇസ്രായേലും പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളുമായി യുദ്ധമുണ്ടായി. അവരൊന്ന് തിരിച്ചു വന്നേ ഉള്ളൂ, ഒന്ന് റെസ്റ്റോർ ആയതേ ഉള്ളൂ. അന്ന് പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇന്നത്തെ മിഡിൽ ഈസ്റ്റിന് 270 പാറ്റൻ ടാങ്ക് ഉണ്ടായിരുന്നു, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പാറ്റൻ ടാങ്ക്. പക്ഷെ അന്ന് ഇസ്രായേലിന് 3 പാറ്റൻ ടാങ്കേ ഉണ്ടായിരുന്നുള്ളൂ. 150 ഫീൽഡ് ഗൺ ഉണ്ടായിരുന്നു. അന്ന് ഇസ്രായേലിൽ 40% പട്ടാളക്കാർക്കും ആയുധങ്ങളില്ലായിരുന്നു. 300 യുദ്ധവിമാനങ്ങൾ പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. ഒരു യുദ്ധവിമാനം പോലും ഇസ്രായേലിനില്ലായിരുന്നു. പക്ഷെ ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു. 1965 വീണ്ടും യുദ്ധം ഉണ്ടായി, പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളും ഇസ്രായേലുമായി. അന്ന് 3.5 ലക്ഷം പട്ടാളക്കാർ പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങൾക്ക്, അറബ് നേഷൻസ് ഉണ്ടായിരുന്നു. ഇസ്രായേലിന് 2 ലക്ഷം പട്ടാളക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 30% സ്ത്രീകളായിരുന്നു. അന്ന് പശ്ചിമ ഏഷ്യൻ രാജ്യത്തിന് 1800 പാറ്റൻ ടാങ്കുകൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിന് വെറും 800 പാറ്റൻ ടാങ്കേ ഉണ്ടായിരുന്നു. അന്ന് പശ്ചിമ ഏഷ്യൻ രാജ്യത്തിന് യുദ്ധം നടക്കുമ്പോൾ 660 പുതിയ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിന് വെറും 300 യുദ്ധവിമാനമേ ഉണ്ടായിരുന്നുള്ളൂ. 6 ദിവസമാണ് ഈ യുദ്ധം നിന്നത്. പക്ഷെ ആ യുദ്ധത്തിലും ഇസ്രായേൽ ജയിച്ചു. ചരിത്രങ്ങൾ പറഞ്ഞാൽ തീരില്ല. തങ്ങളുടെ വാളുകൊണ്ടല്ല ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശം കൊണ്ടത്ര നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നല്ലോ. യാക്കോബേ, ഇനി നിന്റെ പേർ യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേർ ഇസ്രായേൽ എന്നല്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ദൈവികമായ അനുകൂലത, ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ സൗന്ദര്യമോ നിങ്ങളുടെ കഴിവോ ഒന്നും തമ്പുരാനൊരു വിഷയമേ അല്ല. എന്റെ ഫേവർ, എന്റെ പ്രീതി, എന്റെ അനുകൂലത നീ പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്നെ മാനിക്കും. ഇത് ജോസഫ് അനുഭവിച്ച ഒന്നാണ്. ജോസഫിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. പറയാൻ സമയമില്ല, വാക്യം പറഞ്ഞങ്ങ് വിടാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ കൃതാർത്ഥനായി, അവൻ പ്രോസ്പെരിറ്റി ഉണ്ടായി, അവൻ പ്രോസ്പറായി. ദൈവത്തിന്റെ ഫേവർ എന്ന് പറയുന്നത് ഒരുത്തന്റെ കൂടെ ദൈവം ഉള്ളതാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്റെ കൂടെ എന്റെ ദൈവം ഉണ്ടെന്ന്? ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ 21-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. ആ കാരണം കൊണ്ട് കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകിയാൻ gave him favor in the sight of the keeper of the prison. അവന്റെ മേളിൽ ഉണ്ടായിരുന്ന ഫേവർ. ഓ ഹല്ലേലൂയ. എസ്തേറിലേക്ക് വരുമ്പോൾ, എസ്തേറിനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ സഹോദരിമാരെ? എസ്തേർ ഒരു അനാഥയായ പെൺകുട്ടിയായിരുന്നു. അവളുടെ അപ്പനും അമ്മയും അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യനാണ് എസ്തേറിനെ എടുത്തു വളർത്തിയത്. ഒരു അനാഥ പെൺകുച്ചിനുണ്ടാകുന്ന, എടുത്തു വളർത്തപ്പെടുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന എല്ലാ പരിമിതികളും എസ്തേറിനുണ്ടായിരുന്നു. പക്ഷേ എസ്തേറിന്റെ മേളിൽ ദൈവത്തിന്റെ പ്രീതി, ഫേവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
മൊർദെഖായി തനിക്ക് മകളായി എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബിഗയിലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. And Esther obtained favor in the sight of all. ആരൊക്കെ അവളെ നോക്കുന്നവർക്കെല്ലാം അവളോട് ഇഷ്ടം തോന്നും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന ശ്രദ്ധിക്കുന്നു? എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ വരുമ്പോ എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ രാജാവിന് അവളോട് കൃപ തോന്നി. അവിടെ എഴുതിയിട്ടുണ്ട് that she obtained favor in his sight. രാജാവിന് അവളോട് ഫേവർ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്ത് ചെയ്ത് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. വസ്തി എന്ന് പറയുന്ന ഒരു രാജ്ഞി അവിടെയുണ്ട്. ആ വസ്തിയെ മാറ്റി എസ്തേറിനെ അവിടുത്തെ രാജ്ഞിയാക്കി മാറ്റി. ഒരു അനാഥ പെൺകുട്ടി, എടുത്തു വളർത്തപ്പെട്ട ഒരു പെങ്കൊച്ച് ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിതയായി. എന്താണ് റീസൺ? ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രീതി. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനും സീറായിരുന്നു, ദർശകനുമായിരുന്നു, വിശുദ്ധനായിരുന്നു. ദാനിയേലിന് രാജ്യത്തിന്റെ ഫേവർ ഉണ്ടായി, രാജാവിന്റെ ഫേവർ ഉണ്ടായി. കാരണം എന്നാണെന്നറിയാവോ? ഈ ദാനിയേൽ പ്രവചന പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദൈവം കരുണയും ലഭിക്കാൻ ഇടവരുത്തി. Now God had brought Daniel into favor. ദാനിയേലിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒഫീഷ്യലിന്റെ മുമ്പിൽ, പ്രിൻസിന്റെ മുമ്പിൽ, ആ രാജ്യത്തിലെ പ്രഥമ പുരുഷന്റെ മുമ്പിൽ ദാനിയേലിന് ദൈവീക അനുകൂലതയുണ്ടായി. മക്കളെ, നാട്ടുകാർ കൂടുണ്ടോ എന്നുള്ളതല്ല, കുടുംബക്കാർ കൂടുണ്ടോ എന്നുള്ളതല്ല, സംഘടനയോ രാഷ്ട്രീയ നേതാക്കന്മാരോ നിന്റെ കൂടുണ്ടോ എന്നുള്ളതല്ല. ഒരുപക്ഷെ ദൈവത്തിന്റെ ഫേവർ ഉള്ളവന്റെ കൂടെ ഇതൊക്കെ ദൈവം ചേർത്ത് വെക്കും. പക്ഷെ അവരല്ല വലുത്, ഇതെല്ലാം നിനക്ക് അനുകൂലമാക്കുന്ന ദൈവമാണ് വലുത്. കിട്ടിയോ? മനുഷ്യരെല്ലാം റിസോഴ്സ് ആണ്, ദൈവമാണ് സോഴ്സ്. ഏലിയാവിന്റെ അടുക്കൽ വന്ന കാക്കയാണ് ഏലിയാവിന് അപ്പോ ഇറച്ചി കൊടുത്തതെങ്കിലും കാക്ക റിസോഴ്സ് ആണ്, പക്ഷെ സോഴ്സ് ദൈവമാണ്. ഷിജിൻ ബ്രദറിന് ഇന്ന് യോഗം കഴിയുമ്പം ഇവരിൽ ആരെങ്കിലും ഒരാൾ 25,000 രൂപ തന്നിരിക്കട്ടെ. ഈ യോഗം കഴിയുമ്പോ ഇവരാരെങ്കിലും ഒരാൾ 25,000 രൂപ തന്നിരിക്കട്ടെ, കിട്ടട്ടെ. അപ്പൊ നമ്മൾ പറയും, അയ്യോ എവിടെല്ലാം ഞാൻ പാടാൻ പോയി, ആരും അങ്ങനൊരു കാര്യം എന്നോട് കാണിച്ചില്ല. തങ്കച്ചാൻ എത്ര നല്ല മനുഷ്യനാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തങ്കച്ചാന്റെ നമ്പർ എടുക്കുന്നു, തങ്കച്ചാനെ വിളിക്കുന്നു, തങ്കച്ചാൻ നല്ല മനുഷ്യനാന്ന് പറയുന്നു, തങ്കച്ചാൻ അത് കേൾക്കുന്നതൊരു സന്തോഷം, അങ്ങനെ മൊത്തത്തിലൊരു സന്തോഷമായി. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ മോനെ, ആ 25,000 രൂപ തന്ന തങ്കച്ചാനില്ലേ, അല്ലെങ്കിൽ ആ ബ്രദർ ഇല്ലേ, ആ തോമസ് ഇല്ലേ, അദ്ദേഹം റിസോഴ്സാണ്. അങ്ങേരെയും കൊണ്ട് നിന്റെ ദൈവം നിനക്ക് തെരീച്ചതാണ്. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരും? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഞാനത് മേടിച്ചിട്ട് ആദ്യം എന്റെ കർത്താവിന് നന്ദി പറയും, പിന്നെ അച്ചായന് നന്ദി പറയും. ഞാൻ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യും. ആ ബ്രദറിനും അത് അനുസരിക്കാൻ ഒരു മനസ്സുണ്ടല്ലോ. കൊടുക്കാൻ ദൈവം പറഞ്ഞപ്പം, ആ സഹോദരൻ ഒരു 10,000 രൂപ കൊടുക്കൂ എന്ന് മനസ്സിൽ പറഞ്ഞപ്പോ, ചിലരെ പോലെ, നിങ്ങളല്ല, അങ്ങ് ദൂരെ കോഴിക്കോടൊക്കെ ഉള്ളവർ, ചിലരെ പോലെ അവരത് അനുസരിക്കാതിരുന്നില്ലല്ലോ, ആ പുള്ളി അത് ചെയ്തല്ലോ. ആ പുള്ളിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതനുസരിച്ചല്ലോ. ഈ ഏലിയാവിന്റെ ബൈബിളിൽ പല കാക്കകളുണ്ട്. പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട കാക്കയുണ്ട്, കണ്ണുകുത്തി പൊട്ടിച്ച കാക്കയുണ്ട്, ഏലിയാവിന് അപ്പോ ഇറച്ചിയുമായി പോയ കാക്കയുണ്ട്. ഈ പറയാൻ സമയമില്ല, മനസ്സിലായോ? പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഫേമസ് കാക്ക ഏലിയാവിന് വേണ്ടി അപ്പവും ഇറച്ചിയുമായി
പോയ കാക്കയാണ്. ഞാനേ അതെന്താണെന്നറിയാം എൻ്റെ കാരണം. ഈ കാക്കയുടെ സ്വഭാവം നിങ്ങൾക്കറിയാവോ? കാക്കയെക്കുറിച്ച് കൊച്ചുനാളിലെ പഠിച്ചതിനാ? അപ്പം തട്ടിക്കൊണ്ട് പോകുന്ന കാക്ക, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാപ്പിള്ളാര് മുങ്ങിയെടുത്തു. അല്ല, അവർ ഇന്ന് രാവിലെ സ്വർഗത്തിൽ നിന്ന് വന്നവരാ. അവരെ കേട്ടിട്ടേ ഇല്ല. ഇന്ന് രാവിലെ അവർ വന്ന് അവര് കേട്ടിട്ടേ ഇല്ല ഇതൊന്നും. കാക്കയെ കുറിച്ച് കേൾക്കുമ്പോൾ എന്നാ മൊത്തം കുരുത്തക്കേടല്ലേ? മൊത്തം സംവിധാനം മുഴുവൻ കുരുത്തക്കേടിലല്ലേ ഇത് വരുന്നത്. ആ പക്ഷി, ആ പറവയെ കുറിച്ച് പറയുമ്പോൾ. പക്ഷെ നിങ്ങൾക്കറിയാവോ, ആ പക്ഷിയാ ദൈവം തെരഞ്ഞെടുത്തത് തന്റെ പ്രവൃത്തിക്ക് വേണ്ടി. കാക്കയുടെ പ്രത്യേകതകളിൽ ഒന്ന്, അതിന്റെ കയ്യിലൊരു ഒരു ഫുഡ് കിട്ടിയാൽ, അതിന്റെ ചുണ്ടയിൽ ഒരു ഭക്ഷണം വന്നാൽ ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തൂല. അതെന്തേലും കൊത്തി എടുത്തോണ്ട് പോയാൽ അത് എങ്ങോട്ട് പോയാൽ പിന്നെ നോക്കണ്ട, അതെവിടെയെങ്കിലും കൊത്തിക്കൊണ്ട് വെച്ചിരുന്ന് തിന്നും. പക്ഷെ ദൈവം ഏലിയാവിന് കൊടുക്കാനുള്ള അപ്പവും ഇറച്ചിയും, തന്റെ പ്രവാചകനാ, തന്റെ പ്രോഫറ്റാ. കാക്കയുടെ ചുണ്ടാണ് ഇപ്പൊ ഏലിയാവിന്റെ പ്ലേറ്റ്. ഹല്ലേലൂയ. വെയിറ്റർ പ്ലേറ്റിൽ ഫുഡ് കൊണ്ടുവരുന്നത് പോലെ ഈ കാക്ക ഈ അപ്പവും ഇറച്ചിയും ദൈവം കൊടുത്തതിന്റെ ചുണ്ടേ വെച്ചപ്പോ ഉറപ്പായിട്ട് ഇറച്ചിയുടെ അപ്പത്തിന്റെ മണവും രുചിയും കാക്കയ്ക്ക് കിട്ടിയില്ലേ? കിട്ടിയോ? സാധാരണ അങ്ങനെയുള്ള പക്ഷിയാണെങ്കിൽ, പറവയാണെങ്കിൽ എവിടെങ്കിലും ഇത് മാറി പറന്നു കൊണ്ടുപോയി ഏതെങ്കിലും മരച്ചില്ലയിൽ വെച്ച് ഇത് കൊത്തി തിന്നേനെ. പക്ഷെ ആ കാക്ക, ആ പക്ഷി അനുസരണക്കേട് കാണിച്ചില്ല. അത് പറന്നത്, ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഓൺലൈനിൽ കാണുന്നവർ വിട്ടിരിക്കുന്നു, ശ്രദ്ധിക്കണം. ആ കാക്ക പറന്നത് തന്റെ കൊതിക്ക് വേണ്ടിയല്ല, ആ കാക്ക പറന്നത് ഹിതത്തിന് വേണ്ടിയാണ്. ആ കാക്ക പറന്നത് തന്റെ കൊതിക്ക് വേണ്ടിയല്ല, ആ കാക്ക പറന്നുയർന്നത് ദൈവഹിതത്തിന് വേണ്ടിയാണ്. സ്വന്തം കൊതികൾക്കപ്പുറമായി ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്നവനെ ഒരു ചരിത്രമാക്കി മാറ്റുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഇതേ ഞാന് ബിഷപ്പ് ടി.ഡി. ജേക്സിന്റെ അവിടെ ഡാളസ് പോർട്ടേഴ്സ് ഹൗസ് എന്ന ചർച്ചില് ചില വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോ, ബിഷപ്പ് ടി.ഡി. ജേക്സിനെ അറിയാലോ അല്ലേ? കേട്ടിട്ടുണ്ടോ? ഭയങ്കര പ്രസംഗകനാ, സാധാരണ ശബ്ദമാ. പുള്ളി മൈക്കെടുത്താൽ ഇങ്ങനെ ഗുഹയ്ക്കകത്തു നിന്നൊക്കെ ശബ്ദം വരുന്ന പോലെ ഫീൽ ചെയ്യും. അതുപോലത്തെ ബേസാ, അതുപോലെ ഒരു അഭിഷിക്തനാ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ടാ പോയെ. ബിഷപ്പ് ടി.ഡി. ജേക്സ് ഏലിയാവിന്റെ കാക്കയെ കുറിച്ച് ഇന്ന് പ്രസംഗിക്കുക. അത് 1.5 മണിക്കൂർ കാത്തുക, അടിച്ച് തകർക്കുക, അവിടെ ആത്മതല ഇറങ്ങി നിൽക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇത്രയും കാര്യങ്ങൾ ഈ കാക്കയെ കുറിച്ച് പറയാനുണ്ടോ? ഏലിയാവിന്റെ കാക്കയെ കുറിച്ച് എത്ര പാട്ടുണ്ടെന്നറിയാം. നിങ്ങളെ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു പാട്ട് എഴുതാൻ തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ കണ്ടേച്ചോ, എന്നെ കണ്ടേച്ചോ, ആർക്കെങ്കിലും ഒരു പാട്ട് എഴുതാൻ ഇന്നുവരെ തോന്നിയിട്ടുണ്ടോ? അനുസരണം കാണിച്ച, കൊതിക്ക് വേണ്ടി പറക്കാതെ ഹിതത്തിന് വേണ്ടി നിന്ന ആ കാക്കയെ കുറിച്ച് എത്ര പാട്ടുണ്ടെന്നറിയാം. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ, ഉറവയിൻ തോടണിക്കും ദാഹം തീർന്നിടും. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ, ഉറവയിൻ തോടനിക്കു ദാഹം തീർന്നിടും. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഇനിയുണ്ട് കാക്കയെ കുറിച്ച് അടുത്ത പാട്ട്. അറിയാൻ തീരുമില്ല. നമ്മളെ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു പാട്ട് എഴുതാൻ തോന്നുന്നു. കാക്കയാൽ ആഹാരം നൽകുമവൻ, കാടപ്പക്ഷികളാൽ പോറ്റുന്നവൻ. കാക്കയാൽ ആഹാരം നൽകുന്നവൻ, കാടപ്പക്ഷികളാൽ പോറ്റുന്നവൻ. കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ,
കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കാക്കയുടെ ചുണ്ടി വന്ന അപ്പവുമായിട്ട് ഇത് സൈഡേ കൂടെ പോയി എവിടെങ്കിലും ഇത് കൊത്തി തിന്നിരുന്നെങ്കിൽ ഈ പാട്ട് വല്ലതും ഇതിന്റെ പേരിലുണ്ടാവുമോ? പാട്ടുണ്ടാവുമോ? പുസ്തകത്തിലുണ്ടാവുമോ? ടി ഡി ജെക്സ് പ്രസംഗിക്കുവോ? ടിനു ജോർജ് ഇന്ന് ഇവിടെ നിന്ന് പറയുവോ? എന്തെങ്കിലും ഉണ്ടാവുമോ? നമ്മുടെ കൊതികൾ വിട്ട് ദൈവഹിതത്തിന് വേണ്ടി നിന്നാൽ കാലങ്ങൾ പിന്നിട്ടാലും ദൈവം നമ്മളെ ഒരു അത്ഭുതമാക്കി മാറ്റും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ദൈവം സ്തോത്രം. എത്ര പേര് രാമേൻ പറയാനുണ്ട്? ദൈവമക്കളെ, ദാവീദ് അനുഭവിച്ചത് ദൈവത്തിന്റെ ഫേവറാണ്. എനിക്ക് വേദപുസ്തകത്തിൽ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിന്റെ ഫേവർ. അബ്രഹാം അനുഭവിച്ചത് ദൈവത്തിന്റെ പ്രീതിയാണ്, ഫേവർ. പുതിയ നിയമത്തിൽ വരാം. പുതിയ നിയമത്തിലെ മേരി മറിയം അനുഭവിച്ചത് ദൈവത്തിന്റെ ഫേവറാണ്. ഈ മറിയത്തിന്റെ മേളി വന്ന ഫേവർ ആയിരുന്നു ഒരു അസാധാരണ ഫേവർ, അല്ലയോ? ചെറിയ ഫേവർ അല്ലത്. കാരണം ലൂക്കോസ് 1:28 വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് നിന്നിട്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഹൈലി ഫേവേർഡ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞ ചെറിയ ഫേവർ അല്ലായിരുന്നു. ഹൈലി ഫേവേർഡ്. ഈ മലയാളം മാത്രം നോക്കാതെ ഇടയ്ക്ക് ഇതുകൂടെ ഒന്ന് നോക്കണം. ഹൈലി ഫേവേർഡ്, ദ ലോർഡ് ഈസ് വിത്ത് യു. അപ്പം ഇനി അതിന്റെ എനിക്ക് തോന്നുന്നു 30 വാക്യം എന്നിട്ടേ മോനെ. 30 വാക്യത്തിൽ ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യു ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്. നിനക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരിക്കുക. ദൈവപുത്രൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചമച്ചവനെ ഒരു സഹോദരിക്ക് ഉദരത്തിൽ വഹിക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ചെറിയ ഫേവറാണോ അത്? ഇതൊരു ചെറിയ ഫേവറാണോ? ചെറിയ ഫേവർ അല്ലത്. അവിടെ എല്ലാം ഞാൻ കണ്ടത് കഴിവെന്നല്ല, മിടുക്കെന്നല്ല, വലിയ പ്രാർത്ഥനക്കാരിയായിരുന്നൊന്നും അല്ല, ദൈവത്തിന്റെ ഫേവർ ആയിരുന്നു. പിടികിട്ടിയോ? ദൈവത്തിന്റെ ഫേവർ ആയിരുന്നു. ഞങ്ങൾ ജയിച്ചത്, ഞങ്ങൾക്ക് ജയമുണ്ടായത് ഞങ്ങളുടെ വാളുകൊണ്ടല്ല. ഞങ്ങൾ ദേശത്തെ കൈവശമാക്കിയത് സ്വന്തം ഭുജം കൊണ്ടുമല്ല. നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശം കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കർത്താവ് നിർത്തുന്ന എനിക്കറിയാം. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ വരുന്ന ദിവസങ്ങളിൽ, ഈ 2025 തീരുന്നതിന് മുമ്പ് നിനക്ക് എന്നോട് ഫേവർ ഉണ്ടായിരുന്നെന്ന് എന്റെ ഭവനം കാണണം, എന്റെ ദേശം കാണണം. ഓ, അത് പ്രാർത്ഥിക്കാൻ കർത്താവ് പറയും. എന്റെ കൂട്ടുകാർ കാണണം, എന്റെ കുടുംബക്കാർ കാണണം, എന്റെ സഭ അത് കാണണം. ശബ്ദമുയർത്തി ചില മിനിറ്റുകളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓ രാശാന്തര വൈഡബർധകനഗജ ശാന്തുര പ്രവർത്തന. ഈ ഞാൻ ഇച്ചിരി സമയം എടുത്തെന്ന് എനിക്കറിയാം. ഇവരെല്ലാം സാധാരണ നിലയിൽ 1 മണിക്ക് പോകുന്നവരാണ്. ഞാൻ ഒരു വാക്യോടെ വായിച്ചോട്ടെ. കണ്ട അപ്പച്ചൻ എന്നെ തല കുലുക്കി കാണിച്ചു. അതുകൊണ്ട് ഒരു വാക്യോടെ വായിക്കോ. ആവർത്തന പുസ്തകം 20-ാം അധ്യായം. ഒത്തിരി പറയാനുണ്ട് സമയമില്ല. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചേ മോനെ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ ചിലതൊക്കെ കാണും. ശത്രു ചിലപ്പോ ചിലതൊക്കെ കാണിക്കാൻ മുമ്പിൽ വരും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ ഒന്നും കണ്ടോണ്ട് പേടിക്കരുത്. ഒരു സാഹചര്യം കണ്ടോണ്ട് പേടിക്കരുത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്തിരിക്കുന്ന ലഠോ എന്ന് പറഞ്ഞാൽ അവര് പേടിക്കും. പേടിക്കാൻ വേണ്ടി ജീവിക്കും. ഈ ഭയം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഭാരം, വെറുതെ ഭാരപ്പെടുന്നവരാണ്. എന്തിനാ ഭാരപ്പെടുന്ന അവർക്ക് തന്നെ അറിഞ്ഞൂടാ. അയ്യോ, തൃശ്ശൂരിൽ ഒരു സംഭവം പറഞ്ഞില്ല. അയ്യോ, തൃശ്ശൂരിൽ നിന്നൊരു സംഭവം അത് മറന്നുപോയി പറയാൻ ഭാരത്തിനകത്ത്. നമുക്കന്ന് തൃശ്ശൂർ കൂട്ടായ്മയില്ല.
എറണാകുളത്ത് നമുക്ക് ചർച്ച് ആരംഭിച്ചിട്ടില്ല. എറണാകുളത്ത് വ്യാഴാഴ്ച പ്രാർത്ഥനയുള്ളൂ YMCയിൽ. ആ സമയത്ത് കൊട്ടാരക്കരയിൽ ഒരു ഫ്രൈഡേ, എനിക്ക് തോന്നുന്നു ഗുഡ് ഫ്രൈഡേയോ അങ്ങനെ എന്തൊരു സ്പെഷ്യൽ മീറ്റിംഗാണ്. കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പങ്കെടുത്തൊരു മീറ്റിംഗാണ്. ഹീലിംഗ് മിനിസ്ട്രി ആയിരുന്നതുകൊണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, രാത്രി മുഴുവൻ നിന്ന് പ്രാർത്ഥിക്കും. രാവിലെ 10-10:15 കയറുന്ന അന്നത്തെ മീറ്റിംഗൊക്കെ 3 മണി 4 മണി സമയത്ത് കഴിഞ്ഞ് പിന്നെ ആളുകൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കേണ്ടായിരുന്നു. 8-9 മണി വരെ ഇങ്ങനെ പോകും. ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് വരും. ഇപ്പോൾ ഇവർ കസാരയിട്ട് ആളുകളെ ഇരുത്തും, ഈ ലീഡേഴ്സ് എല്ലാം. പാലക്കാട് നിന്ന് വരുന്നവർ, തൃശ്ശൂർ നിന്ന് വരുന്നവർ, ദൂരം അനുസരിച്ച് ആളുകളെ വിളിക്കും. അപ്പോൾ തൃശ്ശൂർ വന്നു, നിങ്ങളുടെ നാട് വന്നു. ഒരു 10-12 പേരുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂർ നിന്ന് ആ പ്രാർത്ഥനയിൽ. കുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു അച്ചാനും ഒരു മാമയും ഫ്രണ്ടി വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമായത്. ഫ്രണ്ടി വന്നപ്പോൾ അവരുടെ കയ്യിലൊരു കൊച്ചു മകളുണ്ട്. ആ കൊച്ചിനൊരു 3.5 വയസ്സ് 4 വയസ്സ് അടുപ്പിച്ച് കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അത്ര കാഴ്ചയിൽ അത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, എന്താ വിഷയം പറഞ്ഞാട്ട്. വല്ലാത്ത ഭാരമാണ് പാസ്റ്ററെ. എന്താ സഹോദരിയുടെ ഭാരം? അപ്പോൾ പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. ബിസിനസ്, കുന്നംകുളംകാരനാണ് പുള്ളി. ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ വല്ലാത്ത ഭാരം, എൻ്റെ മോളെ ഓർത്തോ പാസ്റ്റർ, എനിക്ക് ഭാരം. ഞാൻ അപ്പോൾ വിചാരിച്ചു എന്തോ കുഴപ്പമുണ്ട്, ഇവർക്ക് വേറെ മോളുണ്ട്, എന്തോ കുഴപ്പമുണ്ട്, അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് നിന്ന് ലീഡറിനോട് വെച്ച് മാറിയിരിക്കുക, അവരവരുടെ പ്രശ്നം പറയാം. എന്താ മോളെക്കുറിച്ചുള്ള ഭാരം? മോളെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വിളിക്കണ്ട, ഇതാണ്. 3.5 വയസ്സേ ഉള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഞാൻ ചോദിച്ചു എന്താ ഭാരം? ഒരു പെങ്കൊച്ചെല്ലിയോ പാസ്റ്ററെ? ഒരു പെങ്കൊച്ചെല്ലിയോ എന്ന്. അതിനൊന്നുമില്ല, എന്നാലും ഒരു ഭാരം. കണ്ടോ, ഇവരുടെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ എല്ലാവരും ആക്റ്റീവായി. ഇത് പറയാൻ ഞാൻ വിട്ടു. ഇത് നടന്നൊരു സംഭവം. വെറുതെ അങ്ങ് ഭാരപ്പെടുക. എന്തിനാന്ന് വെച്ചാൽ അവർക്കും അറിഞ്ഞൂടാ. ചേർന്നൊരു ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലധികം ജനത്തെയും കാണുമ്പം നീ പേടിക്കരുത്. ദൈവമേ, ഞാൻ ഇതിനെങ്ങനെ നേരിടും എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം മുമ്പിൽ വരുമ്പോൾ നീ പേടിക്കരുത്. ഇതൊരു പ്രൊഫസിയാണ്. ആരോടോ കർത്താവ് ഇടപെടുക. കാര്യം എന്നാ? മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്റെ കൂടുണ്ട്. ഇതാണ് എന്റെ കോൺഫിഡൻസ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എന്നെ വിളിച്ചു വേർതിരിച്ച എന്റെ ദൈവം, എന്നെ അഭിഷേകം ചെയ്ത എന്റെ ദൈവം, എന്നെ തെരഞ്ഞെടുത്ത എന്റെ ദൈവം, എന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്ത ദൈവം എന്റെ കൂടെ ഉണ്ട്. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. എനിക്ക് വലിയൊരു പ്രശ്നമുണ്ടെന്നല്ല, എനിക്ക് വലിയൊരു ദൈവമുണ്ട്. ഒന്ന് കൈയടിച്ച്, എനിക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടെന്നല്ല, എനിക്ക് വലിയൊരു ദൈവമുണ്ട്. എനിക്ക് വലിയവനായൊരു ദൈവമുണ്ട്. നീ അവരെ ഭയപ്പെടരുത്. ഒന്ന്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ പടയേൽക്കാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു. ഇസ്രായേലേ കേൾക്കാം, നിങ്ങളിന്ന് ശത്രുക്കളോട് പടയേൽക്കാൻ അടുക്കുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങരുത്, ഭ്രമിക്കരുത്. ഇത് തലയിലോട്ട് കൈവച്ച് പറയാന്ന് ഞാൻ നിങ്ങളുടെ തലയിലോട്ട് കൈവച്ച് പറയുകയാണ്. സാഹചര്യം കണ്ട് അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങി പോകരുത്, ഒന്നും കണ്ടോണ്ട് ഭ്രമിക്കരുത്. ഭയങ്കര ഡെലിവറൻസ് നടക്കുന്ന എനിക്കറിയാം. ഇതിനാ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിന്റെ കാരണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ കൂടെ പോരുന്നു എന്ന് അവരോട് പറയണം. ഓന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഒറ്റയ്ക്ക് വിടുകയല്ല. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഒറ്റയ്ക്ക് വിടുകയല്ല. നിന്റെ കൂടെ വരിക, നിന്റെ കൂടെ വരിക. ഇന്ന് ഈ ആരാധന കഴിയുമ്പോൾ ഈ ദൈവം നിന്റെ കൂടെ വീട്ടിലോട്ട് വരിക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ദൈവം ഇന്ന് ആരാധന കഴിയുമ്പോൾ നിന്റെ കൂടെ നിന്റെ വീട്ടിലോട്ട് വരിക.
നിന്റെ ചില വിഷയങ്ങളെ അവൻ ഡീൽ ചെയ്യാൻ പോവുക. നിന്റെ ചില ആവശ്യങ്ങളെ അവൻ നേടുക. I feel in the presence of God. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചു, ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. വായ് തുറന്നു പറഞ്ഞേ, ജയം 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 ജയം. മരണത്തിന്റെ പാശങ്ങൾ അഴിച്ച, പാതാള ഗോപുരം തകർത്ത, മുദ്ര പൊട്ടിക്കാൻ യോഗ്യനായ ഓ ആ കർത്താവിനെ കൈകളെ തട്ടി ഒന്ന് സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ. നിന്റെ ദൈവമായ യഹോവ ശത്രുക്കളോട് നീ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവൻ നിങ്ങളുടെ കൂടെ പോരും. You are not alone. You are not alone. എന്നെ കാണുന്നവരോട് ഞാൻ വിരൽ ചൂണ്ടി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പറയുന്നു, നീ തനിച്ചല്ല. നീ തനിച്ചല്ല, നീ ഒറ്റയ്ക്കല്ല. ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്നെങ്കിൽ ആത്മാവ് നിന്നോട് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേര് ഇതിന്റെ നടുവിലുണ്ട്? ഈ ദൈവം എന്റെ കൂടെയുണ്ട്. ഈ ജയം നൽകുന്ന ദൈവം എന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചേ. ഓ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവനേ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവൻ യേശുവെ പോലെ ആരുമില്ല, എന്റെ യേശുവെ പോലെ ആരുമില്ല. ഓ യേശുവെ പോലെ ആരുമില്ല, എന്റെ യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, ഓ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. ഓ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവനേ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ഉയർത്തെഴുന്നേറ്റ. യേശുവെ പോലെ ആരുമില്ല, എന്റെ യേശുവെ പോലെ ആരുമില്ല. ഓ യേശുവെ പോലെ ആരുമില്ല, എന്റെ യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും എന്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും. ഞാൻ നിന്റെ കൂടെ പോരും. സ്വർഗത്തിലും ഞാൻ നിന്നെ തനിച്ചു വിടുകയില്ല. യേശു പറയുന്നു, എന്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. എന്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. നീ തനിച്ചല്ല, നീ ഒറ്റയ്ക്കല്ല. എന്റെ യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവെ പോലെ ആരുമില്ല, എന്റെ യേശുവെ പോലെ ആരുമില്ല. ഓ യേശുവെ പോലെ ആരുമില്ല, എന്റെ യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ യേശു. सबसे ऊंचा है,
यीशु तेरा नाम सबसे ऊंचा है। ओ यीशु तेरा नाम सबसे ऊंचा है। जिस नाम में है मूर्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम शंका है। जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम शंका है। जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु है वो नाम। यीशु तेरा नाम सबसे ऊंचा है। यीशु तेरा सबसे ऊंचा है। यीशु तेरा नाम सबसे ऊंचा है। गाएगो साना तू राजा होगा हे राजा, तेरी महिमा होवे तेरा, हे प्रभु हमारा खुदा। हम गाए हो सना, तू राजा होगा हे राजा, तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा। There is power, Power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. There is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയി, എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടുന്നു, യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടുന്നു സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടുന്നു യേശുവിനെ. ഹോശാന. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടുന്നു സർവശക്തനായവനേ. ആയിരം ആയിരം നാമങ്ങളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. ആയിരം ആയിരം നാമങ്ങളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. പതിനായിരത്തിൽ ഒരംശം ചൊല്ലിയിടുവാൻ ആയിര സാധ്യമഹോ. പതിനായിരത്തിൽ ഒരംശം ചൊല്ലിയിടുവാൻ ആയിര സാധ്യം. എന്തതിശയമേ, എത്ര മനോഹരമേ, എന്തതിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ്. बोलो यीशु मसीह की जय, बोलो यीशु मसीह की जय, बोलो यीशु मसीह की जय. हालेलुया, Hallelujah. victory, the precious blood of Jesus. Amen. Hallelujah. ജയം Amen. യഹോവയുടെ ജയാസ്ത്രം. Amen. The arrow of deliverance, Amen. the arrow of victory. Amen. യഹോവയുടെ ജയാസ്ത്രം Amen. ഇന്ന് ഈ പകലിൽ തൃശ്ശൂരിന്റെ മേളിൽ
കുടുംബങ്ങളുടെ മേളിൽ, Yes. വ്യക്തികളുടെ മേളിൽ, Amen. നീ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം Yes. പരിശുദ്ധാത്മാവ് ഇടുകയാണ്. Amen. നിന്റെ മുമ്പിൽ ഉള്ളത് പരാജയമല്ല, Yes. നിന്നെ കാത്തിരിക്കുന്നത് തകർച്ചകൾ അല്ല, വിക്ടറി. അവർ തങ്ങളുടെ ദേശത്തെ കൈവശമാക്കിയത് വാളുകൊണ്ടല്ല, സ്വന്തം ഭുജം കൊണ്ടല്ല, യഹോവയുടെ പ്രീതിയും അവന്റെ മുഖപ്രകാശവും കൊണ്ടല്ല. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടി. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ യേശുവേ, എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറും ഈ ഉലകിൽ എല്ലാം യേശുവേ, എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറും ജീവിതത്തിൽ എല്ലാം യേശുവേ. എനിക്കെല്ലാം എൻ്റെ യേശുവാണ്, എനിക്കെല്ലാം എൻ്റെ കർത്താവാണ്. എൻ്റെ ഹൃദയം ഞാൻ യേശുവിന് തരുന്നു, എൻ്റെ ജീവിതം ഞാൻ യേശുവിന് തരുന്നു. കർത്താവേ, നീ എന്നെ ജയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പരാജിതമായേനെ, നീ എന്നെ മാനിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെ, നീ എന്നെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ വീണു പോയേ, നീ എന്നോട് കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതായി. രാവിലും പകലിലും ചേലൊടുത്തൻ പാലനം, രാവിലും പകലിലും ചേലൊടുത്തൻ പാലനം, ഭൂമിയിലെനിക്കുള്ള വീണ മാലിനില്ല കാരണം, ഭൂമിയിലെനിക്കുള്ള വീണ മാലിനില്ല കാരണം, എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറും ജീവനിൽ എല്ലാം യേശുവേ, ഓ എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറും ജീവനിൽ എല്ലാം യേശുവേ. നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ മേളിൽ കർത്താവിന്റെ ആത്മാവ് ഈ ആരാധന മധ്യയിൽ നിങ്ങളെ അറിയിക്കുകയാണ്, ഒരു വലിയ ജയം ഉണ്ടാകാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തിരിച്ചു വരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഉപവാസം, ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധം പരിശുദ്ധാത്മാവ് റിസ്റ്റോർ ചെയ്യാൻ പോവുക. എവിടുന്നോ നിന്നെ കർത്താവ് മടക്കിക്കൊണ്ടുവരാൻ പോവുകയാണ്. ഏതൊക്കെയോ ചില മേഖലയിൽ നിന്ന് കർത്താവ് നിന്നെ തിരിച്ചു പിടിക്കുകയാണ്, നിന്നെ മാറോട് ചേർക്കുകയാണ്, സ്വന്തം ആക്കുകയാണ്. ഞാൻ നിന്റെ അപ്പായ എന്ന് പറയുകയാണ്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോ യേശുവേ, എന്റെ ഹൃദയം ഞാൻ നിനക്ക് തരികയാണ്, എന്നെ സമർപ്പിക്കുക. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ട ഒരു വ്യക്തിയല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട ആളല്ല, പക്ഷെ എന്നെ കർത്താവിനെ സമർപ്പിക്കുക. എന്റെ ജീവിതം ഞാൻ യേശുവിനായി തരികയാണ്. ഉലകവയിൽ കൊണ്ട് ഞാൻ വാടി വീഴാതെ ഓടുവാൻ തണൽ എനിക്ക് നൽകിടുവാൻ വലഭാഗത്തുള്ള കർത്താവ് ഇന്ന് പകലിനെ തൊടാൻ ആഗ്രഹിക്കുക. എന്റെ ജീവിതം ഞാൻ യേശുവിനായി തരുന്നെന്നുള്ളവർ കൈകളെ ഉയർത്തിപ്പിടിച്ച്, ഇതിനു മുൻപ് സ്നാനപ്പെട്ടവർ കൈ താഴ്ത്തിയിട്ട്, സ്നാനപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടവർ, പക്ഷെ എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം എന്നുള്ളവരെന്ന് കൈ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് ഉയർത്തിക്കുക. ആ കൈ ഉയർത്തി വരെ എൻ്റെ അടുത്തോട്ട് ഓടി വന്നേ, പെട്ടെന്ന് വന്നേ. എല്ലാം യേശുവേ, അക്കരങ്ങൾ ഉയർത്തി വർ മാത്രം. ഓ എല്ലാം യേശുവേ, കൈ ഉയർത്തിയവർ ഓടി വന്ന ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ. രാവിലും ഞാൻ ജീവിതത്തെ കർത്താവിന് വേണ്ടി ജീവിക്കുക.
ഭൂമിയിലെനിക്കുള്ളതിനാൽ മാനില്ല താരം. സമർപ്പിക്കുക. ഭൂമിയിലെനിക്കുള്ളതിനാൽ മാനില്ല താരം. ഓ എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറുമീ ഉലകിൽ എല്ലാം യേശുവേ, എല്ലാം യേശുവേ, എനിക്കെല്ലാം ഞാൻ യേശുവേ. ഈ പറയുന്ന പ്രാർത്ഥന എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തെ പരിപൂർണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങളെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധമാക്കണമേ. യേശുവേ, കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി എന്റെ പാപങ്ങൾക്കും എന്റെ ശാപങ്ങൾക്കും എന്റെ രോഗങ്ങൾക്കും പരിഹാരമായി അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് യേശു കർത്താവേ, എന്റെ ഹൃദയം കൊണ്ട് നീതിക്കായി ഞാൻ വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശുവേ, 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 അങ്ങന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എന്നെ അങ്ങയ്ക്കായി സമർപ്പിക്കും. യേശുവിൻ നാമത്തിൽ. ആമേൻ. കൺഗ്രാറ്റുലേഷൻ. നൗ യു ആർ ബോൺ അഗെയിൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുക. നിങ്ങളെ സ്വന്തമാക്കി. ഇന്ന് ആദ്യമായി ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയ മക്കളുമാര്, സഹോദരി സഹോദരന്മാര്, മാതാപിതാക്കള്, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ വരുന്നത്, നിങ്ങളുടെ ചർച്ചിൽ ഇവിടെ വരുന്നത് എന്നുള്ളവർ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചു. ഇതിന് പാസ്റ്റർ, ഈ കൂട്ടത്തിൽ ഞാൻ ആദ്യമാണ്. ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടില്ല, തങ്ങളെ കണ്ടിട്ടില്ല, ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടില്ല. ഐ ആം കമ്മിങ് ഫസ്റ്റ് ടൈം. ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവരിൽ അങ്ങനെയുള്ളവർ ഇവിടെ നിന്നുകൊണ്ട്, ബാക്കിയുള്ളവർക്ക് ആ കൈ ഉയർത്തിയവർ പുറത്തുള്ളവർക്കും അകത്തോട്ട് വരാം. ആ നിൽക്കുന്നവർക്ക് മുന്നോട്ട് വരാം. ഞാൻ ഓൺലൈനിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പ്രൊഫസി ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രൊഫറ്റിക് സെഷനിലേക്ക്, ഒരു ഡെലിവറൻസ് സെഷനിലേക്ക്, ഇന്ന് കംപ്ലീറ്റ് ഡെലിവറൻസ് ആയിരുന്നു. തുടക്കം മുതൽ ഇപ്പൊ വരെയും അത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ആരോ ഓഫ് ഡെലിവറൻസ്, കർത്താവിന്റെ ജയാസ്ത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന സഹോദരങ്ങളെ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിന്റെ പരമവിളിയെ ലാക്കാക്കി ലക്ഷ്യത്തിലേക്ക് ഓടാൻ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു. കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കുന്ന എല്ലാറ്റിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റുക. ചെറിയ ഒരു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്, ഒന്ന് നൂന്ന് നിൽക്കാൻ പോലുള്ള സൗകര്യം ഇല്ലാത്തൊരിടത്ത് നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും. അപ്പോൾ ആ സന്തോഷം സുഖ സൗകര്യങ്ങളുടെ ഒരു സന്തോഷമല്ല. ആ സന്തോഷം ഭൗതിക തലത്തിൽ ഉണ്ടായ എന്തോ വിടുതലുകളുടെ സന്തോഷമല്ല. ക്രിസ്തുവിൽ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു സെക്യൂർനെസ് ആണത്. ക്രിസ്തുവിൽ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ചിന്ത ഉണ്ടാകണം. ക്രിസ്തുവിൽ ഞാൻ സുരക്ഷിതനാണ്. ക്രിസ്തുവിൽ ഞാൻ സുരക്ഷിതയാണ്. എൻ്റെ നാളുകളെ അറിയുന്ന ദൈവം, എൻ്റെ അടുത്ത മണിക്കൂറുകളെ അറിയുന്ന ദൈവം എന്നെ ചതിക്കുന്ന ദൈവമല്ല, എന്നെ കൈവിടുന്ന ദൈവമല്ല, എന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെയെല്ലാം അത്ഭുതമാക്കി തീർക്കാൻ കഴിയുന്നവനാണ്. ഇസ്രായേൽ ജനം ജയിച്ചത് തങ്ങളുടെ ഭുജം കൊണ്ടല്ല, തങ്ങളുടെ വാള് കൊണ്ടല്ല,
തങ്ങളുടെ കഴിവുകൊണ്ടുമല്ല, ദൈവത്തിന്റെ മുഖപ്രകാശവും ദൈവത്തിന്റെ പ്രീതി ആ ജനതയുടെ മേളിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേളിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായ നിലയിൽ നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹ സമ്പൂർണ്ണമാണ്. അത് വ്യക്തിപരമായ കഴിവോ മിടുക്കോ പ്രാർത്ഥനയോ കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല. അത് ദൈവത്തിന്റെ ഫേവർ എപ്പോഴും ഫേവർ തന്നെയാണ്. ദൈവത്തിന്റെ പ്രീതി എപ്പോഴും പ്രീതി തന്നെയാണ്. ദൈവത്തിന്റെ കരുണ എപ്പോഴും കരുണ തന്നെയാണ്. കാരണം ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രീതി അത് തീർന്നു പോകുന്നതല്ല. ഇറ്റ്സ് ഫേവർ ഫോർ എവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് ഫേവർ ഫോർ എവർ. അതെല്ലാ കാലമുള്ളതാണ്. അത് അബ്രഹാം അനുഭവിച്ച ഒരു സത്യമാണ്. അത് ജോസഫ് അനുഭവിച്ച ഒരു സത്യമാണ്. അത് എസ്തേർ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അത് ദാനിയേൽ അനുഭവിച്ച, മോശ അനുഭവിച്ച ഒരു സത്യം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ വേദപുസ്തക ചരിത്രത്തിൽ ഹൈലി ഫേവേർഡ് എന്ന് വിളിക്കപ്പെട്ട മറിയം അനുഭവിച്ച ഒരു സത്യമാണ്. ഇന്ന് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാറ്റിനേക്കാൾ വലുത് യേശു ആയിരിക്കട്ടെ, ദൈവമായിരിക്കട്ടെ, ദൈവ സാന്നിധ്യമായിരിക്കട്ടെ. നിങ്ങൾക്ക് ജയം ഉണ്ടാകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, അവൻ നിങ്ങളെ തനിച്ചാക്കില്ല. യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ പിതാവ് എന്നെ എങ്ങും ഏകനായി വിട്ടിട്ടില്ല, നിങ്ങളെയും അവൻ ഏകനായി വിടത്തില്ല. ഞാൻ ആരോട് സംസാരിക്കുന്നതായിട്ട് എനിക്കറിയാം. യു ആർ നോട്ട് എലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ തനിച്ചല്ല. സർവശക്തനായ ദൈവം യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ സകല വികാരങ്ങളെ, വിചാരങ്ങളെ, വേദനകളെ അറിയുന്ന ദൈവം അവൻ നിന്റെ കൂടെയുണ്ട്. ഒരിക്കൽ മോശ ഈ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ നീ എന്നെ അയക്കരുതേ. മോശയോട് ദൈവം പറഞ്ഞ വാക്കാണ്, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും. ഞാൻ നിന്നെ തനിച്ചു വിടില്ല. നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ജയാളിയാകുന്ന ദൈവം, ഈ സർവശക്തനാകുന്ന കർത്താവ് നിങ്ങളറിയാതെ നിങ്ങളോടൊപ്പം നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ അവൻ നിങ്ങളുടെ തൊട്ടരികിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ ശ്വാസത്തിന് തൊട്ടു മുൻപിൽ അവനുണ്ട്. അവനെ തിരിച്ചറിയുവാൻ, അനുഭവിക്കുവാൻ വിശ്വാസ കണ്ണുകൾ തുറക്കട്ടെ. പിതാവേ, ഞാൻ നിന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലൈവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഓൺലൈനിൽ എന്നെ കാണുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ വിക്ടറി, ഒരു വലിയ ജയം ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും, അവർ ആത്മീയ ജീവിതത്തിന്റെ മേലെ, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ മേലെ, അവരുടെ ഭൗതിക വിഷയങ്ങളുടെ മേലെ, അവരുടെ ആരോഗ്യ മേഖലയിൽ, എല്ലായിടത്തും, എല്ലായ്പ്പോഴും, എല്ലാ സമയവും യേശു ക്രിസ്തു മുഖാന്തിരം ഞങ്ങൾക്ക് ജയം നൽകുന്ന പിതാവേ, ഒരു വലിയ ജയം എന്റെ മക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭായോഗം വാച്ച് ചെയ്ത, ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളുടെ മേലും അത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ, ഹീലിംഗുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. ഒരു പ്രൊഫറ്റിക് സെഷനിലേക്ക് നമ്മൾ കയറുകയാണ്. ഒരു ഡെലിവറൻസ് സെഷനിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ ലൈവ് ടുഡേ. മേ ഗോഡ് ബ്ലെസ് യു അബൻഡന്റ്ലി. അടുത്ത സർവീസിൽ നമുക്ക് വീണ്ടും കാണാം, പരസ്പരം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു.